സ്വകാര്യ സർവകലാശാല കരട് ബിൽ മന്ത്രിസഭ അംഗീകരിച്ചതിന് പിന്നാലെ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. ബില്ലിൽ പ്രതികരിക്കാതെ എസ്എഫ്ഐ കരട് ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് എന്നത്തേക്കായിരിക്കുമെന്ന കാര്യത്തിൽ സഭയിൽ നാളെ തീരുമാനമുണ്ടാകും. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിനും അവയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനുമായി നിയമനിർമ്മാണങ്ങൾ നടത്താനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകിയതോടെ സർക്കാരിനെതിരെ ഉയരുന്നത് വലിയ വിമർശനങ്ങളാണ്. വിദേശ സർവകലാശാലകൾ സംസ്ഥാനത്ത് വരുന്നതിനെ എതിർത്ത് ഒരു കാലത്ത് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധവും പ്രതിരോധവും തീർത്ത LDF ഭരിക്കുന്ന സർക്കാരിന്റേതാണ് ഈ തീരുമാനമെന്നാണ് ശ്രദ്ധേയം. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ വരുന്നു. വ്യവസ്ഥകൾ ഇതൊക്കെയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ അനുഭവ പരിചയവും വിശ്വാസ്യതയുമുള്ള ഒരു സ്പോൺസറിംഗ് ഏജൻസിക്ക് സ്വകാര്യ സർവകലാശാലയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. സർവകലാശാലയ്ക്ക് വേണ്ടി റെഗുലേറ്ററി ബോഡികൾ അനുശാസിച്ചിട്ടുള്ളത് പ്രകാരമുള്ള ഭൂമി കൈവശം വയ്ക്കണം. 25 കോടി കോർപ്പസ് ഫണ്ട് ട്രഷറിയിൽ നിക്ഷേപിക്കണം. മൾട്ടി ക്യാമ്പസ് യൂണിവേഴ്സിറ്റിയായി ആരംഭിക്കുകയാണെങ്കിൽ ആസ്ഥാന മന്ദിരം കുറഞ്ഞത് 10 ഏക്കറിൽ ആയിരിക്കണം. സർവകലാശാലയുടെ നടത്തിപ്പിലും അധ്യാപകർ VC അടക്കമുള്ളവരുടെ നിയമനത്തിലും UGC സംസ്ഥാന സർക്കാർ അടക്കമുള്ള നിയന്ത്രണ ഏജൻസികളുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം. ഓരോ കോഴ്സിലും 40% സീറ്റുകളിൽ കേരളത്തിലുള്ളവർക്ക് മുൻഗണന. പിന്നോക്ക സംവരണം ഉണ്ടാകും. ഫീസ് സംബന്ധിച്ച തീരുമാനത്തിൽ സർക്കാരിന് ഇടപെടാൻ കഴിയില്ല. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷ നൽകുമെന്ന് പറയുമ്പോഴും സംസ്ഥാനത്ത് വേരുറപ്പിക്കുന്ന സ്വകാര്യ സർവകലാശാലകൾ നമ്മുടെ കോളേജുകൾക്കും സർവകലാശാലകൾക്കും സ്വാശ്രയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രതിസന്ധി തീർക്കില്ലേ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. LDF സർക്കാരിന്റെ ഏറ്റവും വലിയ നിർണായകമായൊരു നയമാറ്റം തന്നെയാണ് സ്വകാര്യ സർവകലാശാലകൾക്കുള്ള സംസ്ഥാനത്തേക്കുള്ള പ്രവേശനാനുമതി. സ്വകാര്യ സർവകലാശാലകളെ അനുകൂലിച്ച് CPI രംഗത്തെത്തി. SFI നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. AISF കടുത്ത പ്രതിഷേധം അറിയിച്ചിട്ടുമുണ്ട്. നടത്തിയ പ്രതിഷേധങ്ങളിലും അതിക്രമങ്ങളിലും ഒരു ഖേദപ്രകടനം സർക്കാർ നടത്തണമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.